അപ്പുവേട്ടന്റെ നിശ്ചയത്തിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങള് ബസ്സിൽ പോവാന്നാ തീരുമാനിച്ചത്. ഒരുങ്ങി ലേറ്റായി ഉണ്ട്. എന്നാലും പിന്നെ അപ്പം പാപ്പൻ പറഞ്ഞു നമുക്ക് വണ്ടി എടുത്ത് പോവാന്ന്. അമ്മയും വല്യമ്മയും വല്യച്ഛനും ഇവരൊക്കെ ബസ്സിലാണ്. പിന്നെ കുറെ പേര് ഇങ്ങനെ കാറിലൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് 1.5 മണിക്കൂർ ഏകദേശം ട്രാവൽ ഉണ്ട്. ശരിക്കും സ്ഥലം എവിടെയാ? തൃശ്ശൂർ ജില്ലയാണ്. പാലക്കാടിന്റെ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഞങ്ങൾ എന്തായാലും പോയിട്ട് നമ്മള് അവിടെ പോയിട്ട് എല്ലാരും പരിചയപ്പെടാം. ഇതാ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവര് എറണാകുളത്തുനിന്ന് വന്നത്. ആമിക്കുട്ടി എല്ലാവർക്കും ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളൊപ്പം അതായത് ഞങ്ങളെ ഫാമിലിയാണ്. പാപ്പനും മേമയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബസ് ഇതാണോ ബസ്സില്ലല്ലോ? എന്താ കഴിക്കുന്നേ? ആണോ? ബിരിയാണിയാ? എൻഗേജ്മെന്റ് നിശ്ചയം വേറെ വേറെയാ? കൊറേ വീടുകൾക്ക് പോവാൻ നിൽക്കാം കേട്ടോ. സംഭവം ഇവിടെ ധനുവേട്ടൻ്റെ ഇവര് ആക്ച്വലി കുറെ വലിയ ഫാമിലി ഒക്കെ ഉണ്ട്, കുറെ ഫാമിലികളുണ്ട്. അപ്പൊ ആകെ ഒരു ദിവസം നാളെ ഞങ്ങൾ പോകും. ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാ വീട്ടിലും ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് കയറി ഇറങ്ങി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ 2 കുഞ്ഞുവാവ ഉണ്ട്. 2 കുഞ്ഞുവാവ ചെറിയ കുട്ടികളുണ്ട്. ഒരു സ്ഥലം വരെ പോയി. ഇവിടെ മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കയറി ജസ്റ്റ് ഒന്ന് എല്ലാരെയും കണ്ടു, സംസാരിച്ചു. ഞങ്ങൾക്ക് അത്ര സമയം കിട്ടുള്ളൂ കേട്ടോ. ഇനി അവിടെ നിന്ന് ഞങ്ങള് അടുത്ത് വേറൊരു വീട്ടിലേക്ക് പോവാണ്. പൂച്ചക്കുട്ടിയുള്ള വീട് ഉണ്ടാവോ എന്നറിയില്ല. എന്താണ് ഭൂതക്കാട് അമ്മ? ഭൂതക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതായത് ധനുവേട്ടന്റെ അച്ഛമ്മേന്റെ ചേച്ചി, അങ്ങനെ എല്ലാരെയും ജസ്റ്റ് കണ്ടുപോവാന്ന് വെച്ചിട്ടാട്ടോ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. എന്താണ് നമ്മൾ വയനാടിനെ സംബന്ധിച്ചോളം ചൂട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നലെയൊക്കെ വലിയ കുഴപ്പം തോന്നിയില്ല, വൈകുന്നേരമൊക്കെ. ഇപ്പൊ നല്ല ചൂടാണ്. ഞങ്ങൾ എന്തായാലും അടുത്തിങ്ങനെ പോവുകയാണ്. ഇത്തിരി സമയം എല്ലാ വീട്ടിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, എല്ലാവരും ഒന്ന് കാണുക, പരിചയപ്പെടുക. ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങിയിട്ട് ഇന്ന് നൈറ്റ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ വീണ്ടും ബാക്കി സ്ഥലങ്ങൾ കറങ്ങിയിട്ട് നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആമിക്കുട്ടി ഉറങ്ങുന്നുണ്ട്. മീനുക്കുട്ടി ഇതാ ടയേർഡായി ഇരിക്കുകയാണ്. ആമി എന്താ കഴിക്കുന്നേ? ഒരു ടവലുണ്ട്. എന്തിനാ തുടയ്ക്കാനാ? അപ്പൊ ഞങ്ങള് അച്ചമ്മേന്റെ ചേച്ചീന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ അവിടെ നേരത്തെ കാണിച്ചിരുന്നല്ലേ, അതാണ്. അപ്പൊ ഇവിടെ റബ്ബർ ഷീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ റബ്ബറിന്റെ മരം, ഇതിന്റെ ഒരു കൃഷിയാണ്. നമ്മളവിടെ കാപ്പിയാണല്ലോ കൂടുതൽ. അവിടെ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഉണക്കാൻ ഇട്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ചീഞ്ഞ മണമൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്മെല്ലുണ്ട്. അപ്പൊ ഇത് ഇവര് പറയുന്നത് നേരെ അന്നത്തെ ദിവസമുള്ളത് അന്ന് തന്നെ അടിച്ചിട്ടില്ലെങ്കിലാണ് സ്മെല്ല് വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ആ മെഷീനിൽ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇവിടെ നിൽക്കാന്ന് അറിയില്ല കേട്ടോ. പറ്റുമെങ്കിൽ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ സംഭവം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടിട്ടൊക്കെ പോകണം. ഇനി ഞങ്ങൾ നേരെ അടുത്ത് എവിടെ പോകുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം എന്താണ് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. നമ്മളിവിടെ കൊല്ലത്തിൽ കഴിഞ്ഞ 1.5 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഈ വഴിക്ക് തന്നെ വരുന്നത്. ഇവിടെ ആടുണ്ട്, കോഴിയുണ്ട്. മീനുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്, മീനും ആമിയൊക്കെ. പിന്നെ കുഞ്ഞുമാവകളുണ്ട്. ഇവിടെ 3 മക്കളുണ്ട്. കോഴിക്കുട്ടികളും അതാ ഇരിക്കുന്നത്. പൂവൻകോഴിയും കോഴിയമ്മകളും കോഴിക്കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. കോഴിയും ആടും കണ്ടപ്പോൾ ആമി മീൻകുട്ടി ഒന്നും ഇവിടുന്ന് പോകാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് 1-2 സ്ഥലം കൂടി പോകാനുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബായ്.